കേട്ടാലും ഇരു ചെവിക്കുമ്പമായൊന്ന് കേൾക്ക വേണം. കേട്ടു തിരുമനം കൊണ്ടും നേണം കണ്ടും കൊണ്ടും മണിവിലാസ പുഞ്ചിരി കൈകൊള്ള വേണമോ. പടയ്ക്കും കൊടയ്ക്കും അഴകേറുന്ന പടയുടെ പൊന്നു 18 മലവാഴിയും വാഴുക. അച്ഛന്റെ മകനായിരിക്കുന്നു വീരഹനുമാൻ സ്വാമി ഒന്ന് കേൾക്ക വേണം. അങ്ങനെ ഇന്ദ്രലോകങ്ങൾ വാഴുക, മന്ത്രലോകം വാഴുക, ദേവലോകങ്ങൾ വാഴുക, സ്വർഗലോകങ്ങളും വാഴുക, അസുരാലോകങ്ങളും വാഴുക, ദേവാദിദേവനായ ഇന്ദ്രഭഗവാനും വാഴുക. ബ്രഹ്മലോകത്തായിരിക്കുന്നു ബ്രഹ്മദേവനും വാഴുക, വിഷ്ണുലോകത്തായിരിക്കുന്നു വിഷ്ണു ഭഗവാനും വാഴുക. ഏഴേമാനമെന്ന ശ്രീ കൈലാസത്തിങ്കലായിരിക്കുന്നു ശ്രീ പരമേശ്വരൻ തിരുവടിയാട് നല്ലച്ഛനും വാഴുകേ. സതേ എന്ന ശ്രീ പരമേശ്വരി പാർവതി മാതാവ് വാഴുക. അങ്ങനെ ദേവഗുരുവായ ബൃഹസ്പതിയും വാഴുക, പുഞ്ചികസ്ഥല എന്നുള്ള ദേവനാഥ മാതാവും വാഴുക. പണ്ട് ഒരു കാലത്തിങ്കലായിരിക്കുന്നു ദേവേന്ദ്രന്റെ ദേവസദസ്സിലായിരിക്കുന്ന പുഞ്ചികസ്ഥല എന്നുള്ള ദേവ സ്ത്രീക്കായിരിക്കുന്നു ദേവേന്ദ്രന്റെ ശാപത്താലയായിരിക്കുന്നു. അവളായിരുന്നു ഒരു മനുഷ്യ സ്ത്രീയായി എങ്ങനെ ശാപം കിട്ടുമ്പോ ഭൂമിലോകം പോവാരത്തോടെ നീയും വഴിയലയണം എന്നുകൊണ്ടുമായിരിക്കുന്നു ദേവേന്ദ്രൻ എങ്ങനെ ശാപം കൊടുക്കുന്നു ഒരു കാലം. നാളിൽ പുഞ്ചികസ്ഥല എന്ന ദേവ സ്ത്രീയായിരിക്കുന്നു ഒരു മനുഷ്യ സ്ത്രീയായി എങ്ങനെ ഉരുത്തിരിഞ്ഞു. അവളായിരിക്കുന്നു ദേവലോകത്തിൽ നിന്നെങ്ങനെ ഇടറങ്ങുന്ന ഒരു കാലമോ ഭൂമിലോകം പൂവാരത്തോടെ എങ്ങനെ ഇടറങ്ങുന്ന ഒരു കാലത്ത് അവളാങ്ങനെ നടന്നോടി എങ്ങനെ വഴി പോകുമ്പോ കാടായ കാടും നടന്നെങ്ങനെ വഴി ചെല്ലുന്നു ഒരു നേരത്ത് ബൃഹസ്പതി എന്ന ദേവമുനിയുടെ ആശ്രമം വന്നു കണ്ടറിയുന്നു ഒരു നേരമോ അവളായിരിക്കുന്നു ബൃഹസ്പതിയുടെ ആശ്രമത്തിലോടങ്ങനെ വഴി ചെല്ലുന്നു ഒരു നേരം. നേരത്തവളായിരിക്കുന്നു മുനിയോട് നിന്നെങ്ങനെ അവരുടെ അവസ്ഥാരൂപങ്ങൾ എങ്ങനെ പറഞ്ഞു കാണുന്ന ഒരു നേരത്ത് മുനിയായിരിക്കുന്നു അവരോട് നിന്നെങ്ങനെ ഇവിടെ പറഞ്ഞു, നീയായിരിക്കുന്നു എന്നുടെ ആശ്രമത്തിനു എന്നുടെ പാദ ശുശ്രൂഷകളൊക്കെ ചെയ്തു നീയും മണി വളർന്നോളൂ എന്ന വണ്ണം വാഴിച്ചെങ്ങനെ വരം കൊടുക്കുന്നു ഒരു നേരമാം. പുഞ്ചികസ്ഥല എന്ന ദേവ സ്ത്രീയായിരിക്കുന്നു ബൃഹസ്പതിയുടെ ആശ്രമത്തിൽ എങ്ങനെ ഗുരുവിന്റെ പാദപൂജകളൊക്കെയും ചെയ്തു കാലം കഴിക്കുന്നു ഒരു നേരം. ഗുരുവിന് വേണ്ടുന്ന പൂജാദ്രവ്യങ്ങളൊക്കെയും ഒരുക്കുന്നു, പൂജാ പുഷ്പങ്ങളൊക്കെയും ഒരുത്തു. ഗുരുവിന്റെ പാദ ശുശ്രൂഷകൾ എങ്ങനെ ചെയ്തു കാലങ്ങളും അനവധി നാളുകളും അങ്ങനെ കഴിയുന്നു ഒരു കാലമോ. ഒരു നാളിലായിരിക്കുന്നു അവളുമോ പൂവനത്തിലോടങ്ങനെ വിഴുന്നു പൂജയ്ക്ക് വേണ്ടുന്ന പൂക്കളെങ്ങനെ എടുത്തു നിലനിൽക്കുന്നു ഒരു നേരത്ത്. വണ്ടും തുമ്പികളൊക്കെ ആയിരിക്കുന്നു ഓരോ ജീവജാലങ്ങളൊക്കെയും കണ്ടറിയുന്ന ഒരു നേരമാം. അവരൊക്കെ ആയിരിക്കുന്നു തന്നിടകളോടത്തെങ്ങനെ കാമകിരീടയിലെങ്ങനെ കളിച്ചുല്ലസിക്കുന്നത് കണ്ടറിയുന്നു ഒരു നേരം. എന്നതിനെ കാണുന്ന ഒരു നേരത്ത് ഇവൾക്കായിരിക്കുന്നു ആയമോഹങ്ങൾ കാമമോഹങ്ങൾ എങ്ങനെ ഉണർന്നു കാണുന്ന ഒരു നേരത്ത് അവളായിരിക്കുന്നു പൂക്കളൊക്കെയും വെറുക്കാതെ കണ്ടുമോ പൂക്കോടെയൊക്കെ വലിച്ചെറിഞ്ഞു അവളായിരിക്കുന്നു മുനിയുടെ ആശ്രമത്തിലോടങ്ങനെ വഴി ചെല്ലുന്നു ഒരു നേരത്ത്.
ബൃഹസ്പതി തന്നുടെ രംഗത്തോടെ വഴിയുന്നു അവളായിരിക്കുന്നു. മുരിയുടെ വലം കയ്യാൽ വിളിച്ചു ആയ മോഹങ്ങൾ സംഘമോഹങ്ങളുമായി ചെയ്യുവാൻ അങ്ങനെ അരുവിടത്ത് ചെല്ലുന്ന ഒരു നേരത്ത് ബൃഹസ്പതി എന്ന മുനിയായിരിക്കുന്നു. അംഗപ്പെട്ടു അരിശപ്പെടുന്ന ഒരു നേരമാം അവളോട് നിന്നങ്ങനെ കോപിച്ചു. അവളോട് നിന്ന് ഇവിടെ പറഞ്ഞു, നീയായിരിക്കുന്നു മർക്കടന്മാരെ പോലെ എന്നോട് ഈ വണ്ണം ചെയ്തോ ഒരു മൂലം കൊണ്ട് ഞാനായിരിക്കുന്നു നിനക്കൊരു ശാപത്തെ തരികേണ്ട എന്ന വണ്ണമായിരിക്കുന്നു ബൃഹസ്പതി എന്ന മുനിയും പട പറയുന്നു ഒരു നേരം. നമ്മുടെ പറഞ്ഞു, നീയായിരിക്കുന്നു ഒരു വാനര നാരിയായി തിരിഞ്ഞു ഈ കാനലത്തിലങ്ങനെ വഴിയിലേണം എന്ന വണ്ണം ശാപം കൊടുക്കുമ്പോ അവളായിരിക്കുന്നു മുനിയോടും ഇവിടെ പറഞ്ഞു, അയ്യോ എന്റെ മുനിയെ ഞാനായിരിക്കുന്നു അറിയാതെ ചെയ്തൊരു പിഴയായി വന്നാൽ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നു എനിക്കൊരു വരത്തെ തന്നാലും ഒരു ശാപമോക്ഷത്തെ തന്നാലും എന്ന വണ്ണം മുറകീഴുന്ന ഒരു നേരത്ത് മുനിയായിരിക്കുന്നു അവൾക്കൊരു ശാപമോക്ഷത്താനെ കൊടുത്തു. നീയായിരിക്കുന്നു കാടായ കാടും നടന്നങ്ങനെ അലയുന്നു ഒരു നേരം ശ്രീ പരമേശ്വരൻ തിരുവടിയാട് നല്ലച്ഛനെ തപം ചെയ്തു എന്ന് വന്നാൽ പരമശിവൻ തിരുവടിയാട് നല്ലച്ഛന്റെ ബീജത്താൽ നിനക്കായിരിക്കുന്നു ഒരു മകൻ പിറന്നു എന്ന് വന്നാൽ നിനക്ക് ശാപമോക്ഷം കിട്ടിയിരിക്കുമോ എന്ന വണ്ണമായിരിക്കുന്നു വാഴിച്ചെങ്ങനെ വരം കൊടുക്കുന്നു ഒരു നേരം. അവളായിരിക്കുന്നു ഒരു വാനര നാരിയായി ഉരുത്തിരിഞ്ഞു കരഞ്ഞു കരഞ്ഞു കരഞ്ഞവളായിരിക്കുന്നു കണ്ണുനീരോടെ മുനിയുടെ ആശ്രമത്തിൽ നിന്നങ്ങനെ വഴി നടക്കുന്നു ഒരു നേരം. കാടായ കാടും നടന്നു മേടായ മേടും നടന്നു വഴി നടന്നങ്ങനെ വഴി ചെല്ലുന്നു ഒരു നേരത്ത് ഘോരവനമായ അഞ്ജന എന്ന വനത്തോടെ വഴി ചെല്ലുമ്പോൾ അഞ്ജന എന്ന വനത്തിലായിരിക്കുന്നു അവൾ അധിവസിക്കുന്ന ഓരോ മൂലം കൊണ്ട് അഞ്ജന എന്ന തിരുനാമപ്പേരും സ്വീകരിച്ചു അവളായിരിക്കുന്നു. അഞ്ജന എന്ന വനത്തിൽ അങ്ങനെ കാലം കഴിക്കുന്നു ഒരു കാലം. അങ്ങനെ ഒരു നാളിലായിരിക്കുന്നു വീരകേസരി എന്ന വാനരകുമാരനെ കണ്ടു. അവൾക്കായിരിക്കുന്നു ആയ മോഹങ്ങളൊക്കെ തോന്നിയവരായിരിക്കുന്നു. അഞ്ജന എന്ന വാനരനാരിയായിരിക്കുന്നു വീരകേസരിയോടൊത്തങ്ങനെ പ്രണയമോഹങ്ങളൊക്കെ സല്ലപിച്ചു അവരായിരിക്കുന്നു. കാലങ്ങളും അനവധി നാടുകളും അങ്ങനെ അഞ്ജനാവനത്തിലങ്ങനെ കഴിയുന്നു ഒരു കാലം. ഒരു നാളിലായിരിക്കുന്നു അഞ്ജന വീരകേസരി എന്ന വാനരകുമാരനോട് നിന്നങ്ങനെ ഇവിടെ പറഞ്ഞു, എനിക്കായിരിക്കുന്നു ഇത് കൊണ്ടൊട്ടും മതിയാകിനും മതി പോലില്ല. എനിക്കായിരിക്കുന്നു ശ്രീ പരമേശ്വര തിരുവടിയാട് നല്ലച്ഛനെ ഒന്ന് തപം ചെയ്യണമോ ആയതിനായിരിക്കുന്നു നിങ്ങളായിരിക്കുന്നു എന്നെ തൊടുവരുത് തീണ്ടരുത് എന്ന വണ്ണമായിരിക്കുന്നു വീരകേസരിയോട് നിന്നങ്ങനെ ഇവിടെ പറഞ്ഞു. ശ്രീ പരമേശ്വര തിരുവടിയാട് നല്ലച്ഛനെ തപം ചെയ്യുവാനും അഞ്ജന എന്ന വാനര നാരിയായിരിക്കുന്നു വഴിയാലെ വഴി പോകുന്ന നേരം. അങ്ങനെ എവിടായിരിക്കുന്നു ആകാടകത്തിലായിരിക്കുന്നു ശ്രീ പരമേശ്വരനെ തപം ചെയ്തങ്ങനെ കാലം കഴിക്കുന്നു ഒരു നാളിൽ. അന്നാളും കഴിഞ്ഞങ്ങനെ കുറേയേറെ അനവധി നാളും കഴിയുമ്പോ ശ്രീ കൈലാസത്തിങ്കലായിരിക്കുന്നു ശ്രീ പരമേശ്വരൻ തിരുവടിയാണ് നല്ലച്ഛനോട് പാർവതി മാതാവ് എന്നിവിടെ പറഞ്ഞു, അയ്യോ എന്റെ ശ്രീ പരമേശ്വര തിരുവടിയാണ് നല്ലച്ഛ നിങ്ങളെയായിരിക്കുന്നു തപം ചെയ്തു അഞ്ജന എന്ന വനത്തിൽ ഒരു വാനരനാരി അങ്ങനെ അലയിരിക്കുന്നുണ്ട് എന്ന വണ്ണം പട പറയുന്നു ഒരു നേരം. നമ്മൾക്കായിരിക്കുന്നു ഭൂവിലോക പൂവാരത്തോടൊന്ന് വഴി പോകണമോ എന്ന വണ്ണം പട പറയുന്നു ഒരു നേരം. അങ്ങനെ ശ്രീ പരമേശ്വരൻ തിരുവടിയാ
തിരുവടിയാട് നല്ലച്ഛനും പാർവതി മാതാവും കൂടെയായിരിക്കുന്നു. ഇന്ദ്രലോകം കടന്നു, മന്ത്രലോകം, ദേവലോകം, സ്വർഗലോകങ്ങളൊക്കെയും കടന്നു. ഭൂമിലോകം പൂവാലത്തോടങ്ങനെ കീഴടങ്ങുന്ന ഒരു നേരത്ത് കാടായ കാടും മേടായ മേടുകളൊക്കെ നടന്നങ്ങനെ വഴിയലയുമ്പോ പാർവതി മാതാവായിരിക്കുന്നു നല്ലച്ഛനോട് ഇവിടെ പറഞ്ഞു, അയ്യോ എൻ്റെ ശ്രീ പരമേശ്വര തിരുവടിയാട് നല്ലച്ഛ, ഏറെ അനവധി ജീവജാലങ്ങളായി നമ്മൾ രാസകാമക്രീഡകളിൽ അങ്ങനെ കളിച്ചുല്ലസിച്ചില്ലേ? ആയത് കൊണ്ട് നമ്മൾക്കായിരിക്കുന്നു വാനരങ്ങളെ പോലെ രൂപം ധരിച്ചു വാനരക്രീഡയിൽ അങ്ങനെ കളിച്ചുല്ലസിക്കണോ എന്ന വണ്ണമായിരിക്കുന്നു പാർവതി മാതാവ് നല്ലച്ഛനോട് നിന്നു പട പറയുന്നു ഒരു നേരം. അങ്ങനെ ഉരുത്തിരിയുന്ന ഒരു നേരത്ത് കാമക്രീഡയിൽ എങ്ങനെ കളിച്ചുല്ലസിക്കുന്നു ഒരു കാലം ശ്രീ പരമേശ്വരൻ തിരുവടിയാട് നല്ലച്ഛന്റെ വീശത്താളിയായിരിക്കുന്നു പാർവതി മാതാവിനങ്ങനെ ഉരുത്തിരിയുമ്പോ പാർവതി മാതാവ് ഇവിടെ പറഞ്ഞു, അയ്യോ എന്റെ ഭഗവാനേ, ഞാനായിരിക്കുന്നു ഒരു വാനരകുമാരനെ പെറ്റു പ്രസവിച്ചു എന്ന് വന്നാൽ ദേവാകുലത്തിലെങ്ങാനും മറഞ്ഞു പോയാലോ, കുറ്റമുണ്ട് കുറവെള്ളക്കേടുണ്ട് എന്ന വണ്ണം പട പറയുമ്പോ പരമേശ്വരൻ തിരുവടിയാട് നല്ലച്ഛനായിരിക്കുന്നു അച്ഛന്റെ ബീജത്തെ ആലുകൊണ്ടങ്ങനെ ആവാഹിച്ചെടുക്കുന്ന ഒരു നേരത്ത് വായു ഭഗവാനെ നേടി വെടിപകരുന്ന ഒരു നേരം. അങ്ങനെ വായു ഭഗവാനെ നേടി വിളിപകർന്നു. വായു ഭഗവാൻ ഓടുന്ന പട പറഞ്ഞു, അയ്യോ എന്റെ ഭഗവാനെ, നിങ്ങളായിരിക്കുന്നു എന്റെ ബീജത്താലെ കൊണ്ടായിരിക്കുന്നു അഞ്ജന എന്ന വനത്തോട് നൊഴി പോകണമോ? അഞ്ജന എന്ന വനത്തിലായിരിക്കുന്നു ഒരു വാനരനാരിയും എന്നെ തപം ചെയ്തു അറിയിരിക്കുന്നുണ്ട്, ആയത് കൊണ്ടായിരിക്കുന്നു അഞ്ജനയുടെ ഉദരത്തിലായിരിക്കുന്നു എന്നോട് ബീജം കൊണ്ടെന്ന് നിക്ഷേപിക്കണം എന്ന വണ്ണം പട പറയുന്ന ഒരു നേരത്ത് വായു ഭഗവാനായിരിക്കുന്നു അച്ഛന്റെ ബീജത്താരെ ആവാഹിച്ചെടുത്തും കൊണ്ടായിരിക്കുന്നു അഞ്ജന എന്ന വനത്തോട് വഴി ചെല്ലുന്ന ഒരു നേരം അഞ്ജനയുടെ ഉദരത്തിലായിരിക്കുന്നു അച്ഛന്റെ ബീജത്താലെ കൊണ്ടു നിക്ഷേപിക്കുന്ന ഒരു നേരം. അങ്ങനെ അഞ്ജനയ്ക്കായിരിക്കുന്നു ഗർഭം ധരിക്കുന്ന ഒരു കാലം. ഒന്നാകുന്ന മാസങ്ങളും കഴിഞ്ഞു പോകുന്നു, രണ്ടാകുന്ന മാസങ്ങളും കഴിഞ്ഞു, മൂന്നാകുന്ന മാസത്തോടെ വന്നങ്ങനെ അരുവെടുത്തു, നാലാകുന്ന മാസത്തിൽ നാക്കില പോലെ ഗർഭം വഴി വരക്കുന്നു, അഞ്ചാകുന്ന മാസത്തിൽ പഞ്ചമി ചന്ദ്രൻ ബലിയും കൊടുക്കുന്നു, ആറാകുന്ന മാസത്തിൽ പാരാനുണ്ണി അങ്ങനെ വൈതലാകുന്ന ഒരു കാലത്ത് അന്നാളിലായിരിക്കുന്നു നാരദ മഹർഷിയായിരിക്കുന്നു അഞ്ജനയുടെ അവസ്ഥ രൂപങ്ങൾ എങ്ങനെ കേട്ടറിയുന്ന ഒരു നേരത്ത് നാരദ മഹർഷിയായിരിക്കുന്നു അവിടെ നിന്നായിരിക്കുന്നു ബാലിയുടെ മുമ്പോടെ വഴിയുന്നു. ബാലിയോട് നിന്നങ്ങനെ ഇവിടെ പറഞ്ഞു, അഞ്ജന എന്ന വനത്തിലായിരിക്കുന്നു അഞ്ജന എന്ന വാനരനാരിയും ശിവബീജത്താൽ ഒരു വാനരകുമാരനെ പറ്റു പ്രസവിച്ചു എന്ന് വന്നാൽ നിന്നുടെ ശക്തി ബലങ്ങളൊക്കെയും തീർന്നു പോകും, നിന്നുടെ നാമം മാത്രമേ ഭൂമിയിൽ അവശേഷിക്കുകയുള്ളൂ എന്ന വണ്ണം പട പറയുന്നു. ഒരു നേരത്ത് ഭാര്യയായിരിക്കുന്നു പഞ്ചലോഹം ഒരുക്കുന്നു ഒരു നേരം പഞ്ചദ്രാവകമാക്കിയെടുത്തു വായു ഭഗവാന്റെ വലം കയ്യാല കൊണ്ടങ്ങനെ കൊടുക്കുന്നു ഒരു കാലം. ഉദരത്തിലായിരിക്കുന്നു കൊണ്ട് നീയും ഉളവ് ചെയ്യണം എന്ന വണ്ണം വാക്ക് കൊടുക്കുന്നു ഒരു നേരത്ത് വായു ഭഗവാനായിരിക്കുന്നു അഞ്ജനയുടെ ഉദരത്തിലായിരിക്കുന്നു പഞ്ചലോഹം ഒരുക്കിയ പഞ്ചദ്രാവകം കൊണ്ടങ്ങനെ ഉരുത്തിരിയുന്ന ഒരു നേരത്ത് മകളുടെ കർണത്തിലായിരിക്കുന്നു പഞ്ചദ്രാവകമായിരിക്കുന്നു കർണാഭരണമായി അങ്ങനെ ഉരുത്തിരിഞ്ഞു. അഞ്ജനയ്ക്കായിരിക്കുന്നു 7 ആകുന്ന മാസങ്ങളും കഴിഞ്ഞു, 8 ആകുന്ന മാസത്തോടങ്ങനെ അരുവെടുത്തു, 9 കഴിഞ്ഞു, 10 മാസം വന്നങ്ങനെ വിവരപ്രതിയാകുന്ന ഒരു കാലം.
ആയുസോടി ഒരു വാനരകുമാരനെ പെറ്റു പ്രസവം ചെയ്യുന്ന ഒരു നേരത്ത്, ഉണ്ണി മകനെ പെറ്റു പ്രസവം ചെയ്യുന്ന ഒരു നേരത്ത്, അഞ്ജനായെന്ന വാനര നാരിക്കായിരിക്കുന്നു, ശാപമോക്ഷങ്ങളെ കിട്ടിക്കാണുന്നവളായിരിക്കുന്നു. ഒരു ദേവസ്ത്രീയായി അങ്ങനെ ഉരുത്തിരിഞ്ഞങ്ങ് നിലനിൽക്കുന്നു ഒരു കാലം. അങ്ങനെ അവളായിരിക്കുന്നു മകന് വാഴിച്ചങ്ങനെ വരം കൊടുക്കുന്ന ഒരു കാലത്ത്, നിനക്കായിരിക്കുന്നു ഭൂമിയിലുള്ള എന്തും നിനക്ക് ഭക്ഷിക്കാം മകനെ എന്ന വണ്ണം വാഴിച്ചങ്ങനെ വരം കൊടുത്തു. അവളായിരിക്കുന്നു ഒരു ദേവസ്ത്രീയായി അങ്ങനെ ഉരുത്തിരിഞ്ഞു ദേവലോകത്തോടങ്ങനെ വഴിപോകുന്ന ഒരു കാലം. അങ്ങനെ ആ മകനായിരിക്കുന്നു അണി വയർ വിശന്നങ്ങനെ കിടന്നു കരയുന്ന ഒരു നേരത്ത്, മകനായിരിക്കുന്നു മേൽപോട്ട് നോക്കുന്ന ഒരു നേരത്ത്, സൂര്യഭഗവാനെ കണ്ടറിയുന്ന ഒരു നേരം വലിയൊരു പഴമെന്നു അതിനെന്ത് കണ്ടു. ആ വാനര മകനായിരിക്കുന്നു സൂര്യഭഗവാനെ വിഴുങ്ങുവാനായി അങ്ങനെ ഭൂമിലോകുമ്പുവാരത്തു നിന്നങ്ങനെ എടുത്തു ചാടുന്ന ഒരു നേരം, സൂര്യഭഗവാനെ വിഴുങ്ങുവാൻ അങ്ങനെ അരിപെടുത്തു ചെല്ലുന്നു ഒരു നേരത്ത്, ഇന്ദ്രദേവനായിരിക്കുന്നു വാനരകുമാരനെ വരവിനെ കാണുന്ന ഒരു നേരം, വജ്രായുധമെടുത്തു വാനരകുമാരനുടെ വെട്ടി മുഴിപ്പടം മുടിക്കുന്ന ഒരു നേരത്ത്, അരവിൽ മുറിവേറ്റു മകനായിരിക്കുന്നു ഭൂമിലോകത്തങ്ങനെ മരിച്ചു വീഴുന്ന ഒരു നേരം. നേരത്തായിരിക്കുന്നു വായു ഭഗവാനും കണ്ടറിയുന്ന ഒരു നേരത്ത്, ഇത് എന്തോ ഒരു കാലമില്ല പുതുമയാണ് എന്ന വണ്ണം നിനന്തോ വായു ഭഗവാനും മകൻ മരിച്ചു വീണു എന്നങ്ങനെ അറിവ് കിട്ടുന്ന ഒരു നേരത്ത്, വായു ഭഗവാനായിരിക്കുന്നു വാനരകുമാരനെ അങ്ങനെ വാരിയെടുക്കുന്ന ഒരു നേരമാണ്. അങ്ങോട്ട് നില പാതാളത്തിലോടങ്ങനെ കൊണ്ടുചെന്നു അവരായിരിക്കുന്നു, അങ്ങോട്ട് നില പാതാളത്തിൽ അങ്ങനെ പൂക്കുളിച്ചു അറിയിരിക്കുന്നു ഒരു കാലത്ത്, ഭൂമിലോകത്തും ഇന്ദ്രലോകത്തും ദേവാതിദേവലോകത്തൊക്കെയും വായുവില്ലാതെ കണ്ട് മനുഷ്യ മഹാജനങ്ങളൊക്കെ യാവതും പൊറുതിയില്ലാതെ കണ്ട് നിലനിൽക്കുമ്പോൾ, ദേവാതിദേവകളും മഹാജനങ്ങൾ മനുഷ്യരൊക്കെ ആയിരിക്കുന്നു ശ്രീകൈലാസത്തു ശ്രീ പരമേശ്വരൻ തിരുവടിയാണ് നല്ലച്ഛനെ നേടി വഴിപോകുന്ന കാലം. അങ്ങനെ ദേവലോകത്തോടങ്ങനെ വഴിചെന്നു ശ്രീ പരമേശ്വരൻ തിരുവടിയാണ് നല്ലച്ഛനെ വിളിച്ചു പട പറഞ്ഞു, അയ്യോ എന്റെ ഭഗവാന് ദേവലോകത്തും ഭൂമിലോകത്തുമായിരിക്കുന്നു, വായുവില്ലാതെ കണ്ട് ആവതും പൊറുതിയില്ല എന്ന വണ്ണമോ കേട്ടു. പരമശിവൻ തിരുവടി നല്ലച്ഛൻ അങ്ങനെ നിൽക്കുമ്പോ നല്ലച്ഛനോടുന്നങ്ങനെ പട പറഞ്ഞു, വായു ഭഗവാനായിരിക്കുന്നു അങ്ങോട്ടങ്ങനെ പാതാളത്തെങ്ങനെ പൂക്കുളിച്ചു വരെയിരിക്കുന്നുണ്ട്, വാനരകുമാരനെ വെട്ടി പടിമുളച്ച മൂലം കൊണ്ടായിരിക്കുന്നു അങ്ങോട്ട് നില പാതാളത്തിലങ്ങനെ പൂക്കുളിച്ചു വരെയിരിക്കുന്നുണ്ട് നമ്മൾക്കെല്ലാവർക്കുമായിരിക്കുന്നു. വായു ഭഗവാനരിയിലോടൊന്ന് വഴി പോകണമെന്ന് പട പറയുന്നു ഒരു നേരം. അങ്ങനെ ദേവാധിദേവങ്ങൾ മഹാജനങ്ങൾ മനുഷ്യരൊക്കെയും ത്രിമൂർത്തികളെല്ലാവരും കൂടെയായിരിക്കുന്നു അങ്ങോട്ട് നിലവാതാളത്തോടങ്ങനെ വഴി ചെല്ലുന്ന ഒരു നേരത്ത്, വായു ഭഗവാൻ നേടി വിളിപകരുന്ന ഒരു നേരം, വായു ഭഗവാനോടൊന്നു പട പറഞ്ഞു, അയ്യോ എന്റെ വായു ഭഗവാനെ ദേവലോകത്തും ഭൂമിലോകത്തുമായിരിക്കുന്നു, വായുവില്ലാതെ കണ്ട് ആവതും പൊറുതിയില്ല ആയത് കൊണ്ടായിരിക്കുന്നു, ഭൂമിലോകം പൂവാരത്തോടൊന്ന് വഴി പോരേണമെന്ന വണ്ണം പട പറയുമ്പോ, വായു ഭഗവാനായിരിക്കുന്നു മഹാദേവനോടങ്ങനെ പട പറഞ്ഞു, എന്നുടെ വാനരകുമാരനെ ജീവനെ നൽകിയില്ല എന്ന് വണ്ണമോ പട പറയുന്നു ഒരു നേരം.
വിളംബരശാലയിൽ അങ്ങനെ വഴി പോരുന്ന ഒരു നേരത്ത് ദേവാദിദേവകളൊക്കെ മഹാജനങ്ങൾ മനുഷ്യരൊക്കെ അങ്ങനെ നിലനിൽക്കുന്ന ഒരു നേരത്ത് ശ്രീ പരമേശ്വരൻ തിരുവടിയാണ് നെല്ലച്ചനായിരിക്കുന്നു. അങ്ങനെ വാരിയെടുക്കുന്ന ഒരു നേരം ജീവപ്രതിഷ്ഠാ മന്ത്രങ്ങളൊക്കെയും ചൊല്ലി ജീവനെ നൽകുന്ന ഒരു നേരത്ത് മകനായിരിക്കുന്നു. ഓരോരോ വരങ്ങളും വരപ്രസാദങ്ങളൊക്കെയും കൊടുത്തു കാണുന്ന ഒരു നേരം വാനരകുമാരൻ ഒരു നാമം ചെയ്യുവാനോ പേര് വിളിക്കുവാനുമായി അങ്ങനെ അറിയിരിക്കുന്ന ഒരു നേരം പുഷ്പധൂപദീപങ്ങൾ കൊണ്ടങ്ങനെ പൂജിക്കുന്നു. അഞ്ചിനെ പൂജിക്കുന്നു, ആത്മാവിനെ പൂജിക്കുന്ന ഒരു നേരത്ത് മകനെ പേർ വിളിക്കുവാനും അറിയിരിക്കുന്ന ഒരു നേരമാ ഹനുവിൽ മുറിവേറ്റ മകനാകിയ മകനെ ഹനുമാൻ 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 എന്നുള്ളതിന് നാമപ്പേരും കൊടുത്തു. അഞ്ജനായിൽ പിറന്ന മകനായതുകൊണ്ട് ആഞ്ജനേയൻ എന്നതിന് നാമപ്പേരും കൊടുത്തു. ഓരോരോ ദേവാധിദേവകളൊക്കെ ആയിരിക്കുന്നു. ഓരോരോ വരപ്രസാദങ്ങളൊക്കെയും കൊടുത്ത് കാണുന്ന ഒരു നേരമോ അയ്യോ എൻ്റെ മകനെ നിനക്കായിരിക്കുന്നു വെള്ളത്താലും തീയാലുമാ മരണമുണ്ടാകില്ല മകനെ. ഭൂമിലോകമുള്ള കാലത്തോളം നീ ചിരഞ്ജീവിയായി അങ്ങനെ കാലം കഴിക്കണമാ എന്ന വണ്ണമായിരിക്കുന്നു. വാഴിച്ചെങ്ങനെ വരം കൊടുക്കുന്നു ഒരു നേരമോ വീരകുമാരനായിരിക്കുന്നു മകനായിരിക്കുന്നു. അഞ്ജന എന്ന വനത്തിൽ മാടിയോടി വളരുന്നു ഒരു കാലം.